ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെക്കിൽ കൂടുന്ന പരമ്പരയുടെ സൂപ്പർ അപ്കമിങ് വിശേഷത്തിലേക്ക് സ്വാഗതം. അതിന് മുമ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാ ദിവസവും പുതുപുത്തൻ വിശേഷങ്ങളുമായിട്ട് എത്തുന്നതായിരിക്കും. അങ്ങനെ സുഭാഷും നികേഷും ഹരീഷും എല്ലാം നിധിയും അവർ ആ വീട്ടിൽ നിന്ന് പടിയിറങ്ങിയാണ്. അല്ലെങ്കിൽ നിധിയുടെ വീട്ടിൽ നിന്ന് എന്നേക്കുമായിട്ട് നിധി യാത്ര പറഞ്ഞിറങ്ങിയാണ്. എൻ്റെ വീട് എനിക്ക് താമസിക്കുവാൻ അല്ലെങ്കിൽ എനിക്ക് ഭയമുള്ള വീടാണ്, അതുകൊണ്ട് ഇതിലും നല്ലത് സുധീഷിൻ്റെ വീട് തന്നെയാണ്, എനിക്ക് അവിടെ സംരക്ഷണമുണ്ട് എന്ന് പറഞ്ഞ് അച്ഛനെയും അമ്മയും ചേട്ടനെയൊക്കെ ഉപേക്ഷിച്ച് അവർ തിരിച്ച് യാത്ര ചെയ്യുന്നു. അങ്ങനെയൊക്കെ സുധീഷ് ആ മാസ് പ്രകടനത്തിലൂടെ ആ കാറും സ്വന്തമാക്കിയാണ് യാത്ര ചെയ്യുന്നത്. യാത്രയുടെ ഇടയിൽ എല്ലാവരും യാത്ര കുറച്ച് തുടരുന്നു. ആ സമയത്ത് എല്ലാവരും വളരെ സൈലൻ്റ് ആയിട്ടല്ല, മിണ്ടാതിരുന്നാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ സുധീഷ് വാഹനം ഓടിക്കുന്നു. ഈ സമയത്ത് സുഭാഷ് നോക്കിയപ്പോൾ തൻ്റെ അനിയനായ നികേഷ് വളരെ ക്ഷീണത്തോടു കൂടി ഹരീഷിനെ ചാരിയിരുന്ന് യാത്ര ചെയ്യുന്നൊരു ഭാഗം കാണാം. അപ്പോൾ ഈ സുഭാഷ് ചോദിക്കുകയാണ്, നികേഷ് എന്താ പറ്റി, ക്ഷീണമുണ്ടോ, എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടോ എന്ന് ചോദിക്കുക. ഈ സമയത്ത് പറയുന്നു, ഇല്ല ഏട്ടാ, യാത്രയുടെ ഒരു ക്ഷീണമുണ്ട്, അത്രേ ഉള്ളൂ എന്ന് പറയാം. എന്നാൽ നീ അവരെ ചാരി കിടന്നോളാൻ പറയുക. ഈ സമയത്ത് പെട്ടെന്ന് എല്ലാം മുൻപിലേക്ക് നോക്കിയപ്പോൾ മുൻപിൽ സുധീഷിൽ നിന്ന് വാഹനം ഓടിക്കുന്ന നിധി തൊട്ടടുത്ത സീറ്റിലിരിക്കുന്നു. സുഭാഷ് ചോദിക്കുകയാണ്, എന്നാ പറ്റി, എല്ലാവർക്കും എന്ത് പറ്റി, ഒന്നും മിണ്ടാട്ടമില്ലാത്ത നിധി, മോളെ എന്നാ പറ്റി, എന്തെങ്കിലുമൊക്കെ സംസാരിക്കുക, എന്തെങ്കിലും ക്ഷീണമുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ പെട്ടെന്ന് നിധി പതിയെ സാവകാശത്തിൽ പറയുക, എന്നോട് ക്ഷമിക്കണം സുഭാഷ് ഏട്ടാ, ഞാൻ കാരണം ഒരുപാട് ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് സഹിക്കേണ്ടി വന്ന് ഇപ്പോൾ തന്നെ കണ്ടില്ല, എല്ലാവർക്കും അടിയും അതുപോലെ വഴക്കുമൊക്കെ ഉണ്ടാക്കി ഒരു വലിയ പ്രശ്നമായില്ലേ, ഞാനല്ലേ ഇതിനെല്ലാം കാരണക്കാരി, എന്നോട് ക്ഷമിക്കണം എന്ന് സുഭാഷിനോട് പറയാട്ടോ. അപ്പോൾ പെട്ടെന്ന് സുഭാഷ്, മോളെ അതൊക്കെ വിട്, അതൊന്നും സാരമില്ല, അതൊക്കെ കഴിഞ്ഞ കാര്യമല്ല, അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് വലിയ കാര്യമുണ്ടോ, അതൊന്നും സാരമില്ല, മോള് കാരണമല്ലല്ലോ, മോളല്ലല്ലോ ഇതിന് കാരണക്കാർ, മോളുടെ അച്ഛനും ചേട്ടനും ഒക്കെ അല്ലേ, അതിന് മോളെന്തിനാണ് ഞങ്ങളോട് ക്ഷമ ചോദിക്കുന്നത് എന്ന് പറയാട്ടോ പെട്ടെന്ന്. എന്നാലും ഞാൻ കാരണമാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, ഇപ്പോൾ സുധീഷിന് അങ്ങനെ ഒരുപാട് അടിയൊക്കെ കെട്ടി, അതുകൊണ്ട് സുധീഷിനോടും പറയാം, എന്നോട് ക്ഷമിക്കണം സുധീഷിനെന്ന് പറയാട്ടോ. അപ്പം സുധീഷിന് അതൊരു സന്തോഷമായി. സുധീഷ്, അതൊന്നും സാരമില്ല, അത് കുഴപ്പമൊന്നുമില്ല, ഇതൊക്കെ ഞങ്ങളുടെ കടമയല്ലേ എന്ന് പറഞ്ഞ് യാത്ര തുടർന്നൊരു ഭാഗം. എന്നാലും നിധിയുടെ മുഖത്ത് ആ ദുഃഖമുണ്ട്, താൻ കാരണം തൻ്റെ സുധീഷും അതുപോലെ സുഭാഷേട്ടനൊക്കെ ഒരുപാട് ത്യാഗം സഹിക്കുന്നുണ്ടല്ലോ എന്നൊരു തോന്നലൊക്കെ ഉണ്ടായി. അപ്പോൾ എന്നാലും അവിടെയെല്ലാം സുഭാഷ് ആശ്വസിപ്പിച്ച് ആ യാത്ര തുടരുന്നൊരു ഭാഗമാണ്. ഈ സമയത്ത് ഇടയ്ക്ക് വെച്ച് എല്ലാവരോടും പറയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ക്ഷീണമുണ്ടെങ്കിൽ നമുക്ക് ആശുപത്രിയിൽ കയറി കാണിച്ചിട്ട് പോകാം എന്ന് പറയാം കേട്ടോ. അന്നേരം സുഭാഷ് പറയുന്നുണ്ട്, ഇല്ല അതിൻ്റെ കാര്യമൊന്നും ഇല്ല മോളെ, അങ്ങനെ അത്രയൊന്നും സംഭവമൊന്നും ഉണ്ടായില്ലല്ലോ എന്ന് പറയുകയാണ്. അപ്പം ഹരീഷിൻ്റെ കൈയൊക്കെ മുറിഞ്ഞിട്ടുണ്ട് ബൈക്ക് ആക്സിഡൻറ്റ് ഉണ്ടായപ്പോഴോ. അപ്പം എല്ലാവരും പറഞ്ഞു, ഹരീഷെ നമുക്ക് ആശുപത്രി കാണിക്കണം, ആശുപത്രി കയറിയിട്ട് നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോയാൽ പോരെ എന്ന് ചോദിക്കുക. അപ്പോൾ പെട്ടെന്ന് ഹരീഷൻ പറയാം, ഇല്ലേ ഏട്ടത്തി, അതൊന്നും കുഴപ്പമില്ല, ചെറിയ കേസല്ലേ ഉള്ളൂ എന്ന് പറയുകയാണ്. അപ്പോൾ സുധീഷിനോടും പറയുന്നു, ഇതുപോലെ ആവർത്തിച്ച് പറയുകയാണ്, നമുക്ക് ആശുപത്രി കയറിയാലോ എന്ന് ചോദിക്കുക. അപ്പം സുധീഷൻ പറയുക, അതിൻ്റെ കാര്യമൊന്നും ഇല്ല, ഇതൊക്കെ സിമ്പിൾ കേസല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് അല്പം അഹങ്കാരത്തോടു കൂടി സംസാരിക്കുന്ന ഒരു ഭാഗമൊക്കെ ഉണ്ട്. അങ്ങനെ യാത്ര തുടരുന്നതിനിടയിൽ പെട്ടെന്ന് വാഹനം നിർത്തിയതിന് ശേഷം വാഹനം നിർത്താൻ പറയുന്നു. അങ്ങനെ വാഹനം ഒതുക്കിയ സമയത്ത് സുഭാഷ് പറയുന്നു, ഒരു കാര്യം ചെയ്താൽ നീ സുധീഷ്, നീ ഒത്തിരി ക്ഷീണം, നിനക്ക് ഇന്നലെ ഉറങ്ങിയൊന്നും ഇല്ലല്ലോ, അമ്മാർ ഗുണ്ടകളുടെ കസ്റ്റഡിയിലല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ നീ ഒരു കാര്യം ചെയ്ത് പുറകെ വന്നിരിക്കുക, നീ ഹരീഷ് വാഹനം ഓടിച്ചോളും എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇത് കേട്ടപ്പം നമ്മുടെ സുധീഷിന് സന്തോഷമായി. കാരണം ആ സമയത്ത് തന്നെ നിധിയോടും പറയാണ്, മോളും പുറകെ വന്നിരുന്ന് വിശ്രമിച്ചുറങ്ങി യാത്ര ചെയ്യുക എന്ന് പറയാം കേട്ടോ. അപ്പോൾ അങ്ങനെ രണ്ടുപേരും പുറകിൽ വന്നിരുന്ന് യാത്ര ചെയ്യുകയും, അപ്പം അല്ലെങ്കിൽ സുഭാഷിനടുത്ത് സുധീഷ് കയറുന്നു, അതിനോടൊപ്പം നികേഷ് പുറകിലിരുന്ന ആൾ ഫ്രണ്ടിൽ വരുന്നു. അപ്പം ഹരീഷ് വാഹനം ഓടിക്കുന്നു. അപ്പം നിധിയും സുധീഷും അടുത്തടുത്തിരുന്ന് യാത്ര ചെയ്യുന്ന ഒരു രസകരമായ നിമിഷമാണ്. അത് മാക്സിമം എൻജോയ് ചെയ്യുന്ന സുധീഷിനെയൊക്കെയാണ് കാണുന്നത്. അങ്ങനെ വീട്ടിലെത്തുന്നു. വീട്ടിലെത്തിയതിന് ശേഷം വീട്ടിൽ ആ സമയത്ത് തൻ്റെ അച്ഛൻ ഭാസ്കരൻ അവിടെ എന്നും കിടക്കുന്ന പോലെ കിടക്കുകയാണ്. അപ്പം ഇവരെ കണ്ട് പതിയെ ചായന്ന് എഴുന്നേറ്റു. നിങ്ങൾ വന്നോ എന്ന് ചോദിക്കുമോ. വന്നു എന്ന് പറഞ്ഞ് അകത്തേക്ക് എല്ലാവരും കയറുന്നു. നികേഷും ഹരീഷും സുധീഷും നിധിയും കയറുന്നു. ഈ സമയത്ത് സുഭാഷ് അവിടെ നിന്ന് ചോദിക്കുന്നു, അച്ഛൻ വല്ലതും കഴിച്ചോ എന്ന് ചോദിച്ചപ്പോൾ അതിന് ഉത്തരം പോലും പറയാതെ വീണ്ടും ആ കട്ടിലിൽ തന്നെ കിടക്കുന്ന ഒരു ഭാഗമൊക്കെ കാണാം. അതിനുശേഷം അകത്ത് കയറിയിരുന്ന നികേഷ് പറയാണ്, എന്തൊരു മനുഷ്യനായി ഇത് ആള്, നമ്മൾ വന്നോ എന്ന് പോലും, എന്താ സംഭവം ഉണ്ടായെന്ന് പോലും ചോദിക്കാതെ എന്തൊരു മനുഷ്യനാണ് എന്ന് ചോദിക്കട്ടെ. അപ്പോൾ പെട്ടെന്ന് സുധീഷ് ചോദിക്കുക, ആരെക്കുറിച്ചാണ് എന്ന് ചോദിക്കുമ്പോൾ ആ വെളിയിലിരിക്കുന്ന വലിയ നമ്മുടെ കാർന്നവരെക്കുറിച്ച് പറഞ്ഞ കാര്യം കാർന്നവരെക്കുറിച്ചാണ് എന്ന് പറയാം കേട്ടോ. പെട്ടെന്ന്
നീ അതൊക്കെ ചിന്തിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അതൊക്കെ നമുക്ക് എന്ത് സംഭവിച്ചാൽ അതൊക്കെ തന്നെ എന്താ, നമ്മൾ യാതൊരു കാര്യം അന്വേഷിക്കുന്നില്ല, പെണ്ണിൻ്റെ ഇതൊക്കെ ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി എന്ന് പറയുകയും. അപ്പോൾ പെട്ടെന്ന് സുഭാഷ് പറയാം, വിട, ആ കേസ് വിട്, നീ ഇവിടെ ഒന്ന് ഇരിക്കാൻ പറയും, ഞാൻ വെള്ളം എടുത്തുകൊണ്ട് വരാം എന്ന് പറഞ്ഞ് സുഭാഷ് അകത്തേക്ക് പോയി വെള്ളം എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ നികേഷിന് കൊടുക്കുകയാണ്. നികേഷ് ആ വെള്ളം കുടിക്കുന്നു. അതിനുശേഷം സുഭാഷ് ചോദിക്കുന്ന ഹരീഷിനോടും അതുപോലെ സുധീഷിനോടും ചോദിക്കുന്നത്, വെള്ളം വേണോടാ എന്ന് ചോദിക്കും. പറയും, വേണ്ട ചേട്ടാ, ഇത് പറയാം കേട്ടോ. അങ്ങനെ വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം നികേഷ് ആ ചെയറിൽ അവിടെ കിടക്കാൻ നേരത്ത് പെട്ടെന്ന് സുഭാഷ് വന്ന് ഒരു തലവണ്ണയൊക്കെ എടുത്തുകൊണ്ട് നികേഷിന് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നികേഷ് അവിടെ കിടക്കുന്നു. കാരണം ഒത്തിരി യാത്ര ചെയ്തതിൻ്റെ ക്ഷീണമുണ്ട്. അങ്ങനെ കിടന്നിരിക്കുന്ന സമയത്ത് നിധി പറഞ്ഞു, ഞാൻ ഫ്രഷായിട്ട് വരാമെന്ന് പറഞ്ഞ് അകത്തേക്ക് പോയിട്ട് തിരിച്ചു വരുന്നതിന് മുമ്പ് തന്നെ ഹരീഷ് പറയാണ് സുധീഷിന്, എന്നാലും ചേട്ടാ അവന്മാർ വാക്ക ഫ്രോഡാട്ടോ, അല്ലെങ്കിൽ അവന്മാർ വെറും കൊള്ളത്തില്ലാത്തവന്മാരാണ് എന്ന് പറയും കേട്ടോ. അപ്പം സുധീഷും പറയും, ശരിയാടാ, അവർ വളരെ കൊള്ളത്തില്ലാത്തവന്മാരെ, കാരണം ഞാനന്ന് ചെന്ന അന്ന് മുതൽ ഞാൻ ഒരുപാട് അനുഭവിക്കുന്നുണ്ടായി. അവർ നിധിയുടെ മുൻപിൽ വെച്ച് എന്നോട് സ്നേഹം പ്രകടിപ്പിക്കുകയും അതിനോടൊപ്പം നിധി ഇല്ലാത്ത സമയത്ത് എന്നെ അതുപോലെ ഉപദ്രവിക്കുകയും അപമാനിക്കുകയും ചെയ്തു എന്ന് പറയാം. ഈ സമയത്ത് പെട്ടെന്ന് സുഭാഷ് പറയാണ്, എന്നാലും ഒരു കാര്യം നീ ചിന്തിച്ചോ, അവരെല്ലാം നീ കള്ളനാണ്, നീയാണ് പൈസ മോഷ്ടിച്ചുകൊണ്ട് പോയത്, നീയാണ് പണം മോഷ്ടിച്ച് എന്നൊക്കെ പറഞ്ഞപ്പോഴും നമ്മുടെ നിധി പറഞ്ഞത് കേട്ടോ, ശ്രദ്ധിച്ചോ എന്ന് ചോദിക്കുക. അവൾ പറഞ്ഞ, ഇല്ല, ഒരിക്കലും സുധീഷ് അങ്ങനെ ചെയ്യില്ല, അത്രക്കാരല്ല എന്ന് അടിയുറച്ച് നിന്നത് അത് സ്നേഹമില്ലേ എന്ന് ചോദിക്കട്ടോ, അത് വലിയൊരു കാര്യമല്ലേ എന്ന് ചോദിക്കട്ടോ. അപ്പോൾ പെട്ടെന്ന് നിധിയുടെ പേര് പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് നിധി അകത്തുനിന്ന് ഫ്രഷായിട്ട് ഇറങ്ങി വരും. എന്ത് പറ്റി, എന്നെക്കുറിച്ച് പറയുന്നത് എന്ന് ചോദിക്കട്ടോ. അപ്പോൾ പെട്ടെന്ന് സുഭാഷ് പറയാണ്, അതല്ല മോളെ, നിൻ്റെ മോളുടെ വീട്ടുകാരെല്ലാം സുധീഷ് ഈ പണം കക്കും അല്ലെങ്കിൽ കട്ടുകൊണ്ട് പോയി തട്ടിക്കൊണ്ട് പോയെന്ന് പറഞ്ഞപ്പോഴും മോള് മാത്രം അവിടെ സുധീഷ് അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞത് വലിയ കാര്യമായി പോയി, അത് ഞങ്ങൾക്ക് വലിയ സന്തോഷമായി പോയി എന്ന് പറയാം. അപ്പോൾ പെട്ടെന്ന് സുധീഷ് ചോദിക്കുക, അതെന്ത് പറ്റിയ നിധി, ഞാൻ പൈസ കൊണ്ടുപോയില്ലെന്ന് എന്താണ് ഉറപ്പ്, ഞാൻ കൊണ്ടുപോയിരുന്നെങ്കിലോ എന്ന് ചോദിക്കുക. അപ്പോൾ പെട്ടെന്ന് നിധി പറയാം, എനിക്കറിയാമല്ലോ, ഞാൻ കുറച്ചു കാലമായില്ല ഇവിടെ വന്നിട്ട്, നിങ്ങളങ്ങനെ ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു, അതുകൊണ്ടാണെന്ന് ഇത് പറയാം. അപ്പോൾ ഇത് കേട്ടപ്പോഴത്തേക്ക് ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടിയപ്പോഴത്തേക്ക് സുധീഷിന് ഇച്ചിരി അഹങ്കാരമൊക്കെ കൂടുന്നൊരു മനോഹരമാകുന്ന ഭാഗം കാണാം. ഇതിനിടയിൽ ഹരീഷ് പറയണം, അതൊന്നും അല്ല ഏട്ടത്തി, തക്കം കിട്ടിയ ആൾ അടിച്ചു മാറ്റുകയും ചെയ്യും എന്ന് പറയാം. അപ്പോൾ പെട്ടെന്ന് ഇത് കേട്ടപ്പോഴത്തേക്ക് എല്ലാവർക്കും ചിരി വരികയും അതിനുശേഷം ഈ സമയത്ത് നിധി അവിടെ ഇരുന്ന ഈ നികേഷ് കുടിച്ച വെള്ളത്തിൻ്റെ ബാക്കിയെടുത്ത് കുടിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് സുഭാഷ് പറയാം, മോളെ വേറെ ഞാൻ എടുത്തുകൊണ്ട് വരാം, അത് നികേഷ് കുടിച്ചതാണെന്ന് എന്ന് പറയാം കേട്ടോ. അപ്പോൾ നിധി പറയാം, അതിനിപ്പോൾ എന്താ കുഴപ്പം, ഞാൻ ഇത് കുടിച്ചോളാം എന്ന് പറയുകയും അങ്ങനെ നികേഷ് കുടിച്ചതിൻ്റെ ബാക്കി വെള്ളമെടുത്ത് കുടിക്കുന്ന നിധിയൊക്കെ കാണാം. അപ്പോൾ അത്രത്തോളം ആ കുടുംബവുമായിട്ട് നിധി ചേർന്ന് അല്ലെങ്കിൽ കുടുംബമായിട്ട് അടുപ്പത്തിലേക്ക് ആയി. കാരണം തന്നെ ആദ്യം വന്ന ദിവസത്തേക്കാളൊക്കെ വ്യത്യാസമുണ്ടാകുകയും അത് തൻ്റെ വീടാണ്, തൻ്റെ അനിയന്മാരാണ് എന്നൊരു തോന്നലൊക്കെ ഒരു തിരിച്ചു വ്യത്യാസമില്ലാതെ ഒരു ഇടപെടുന്ന ഒരു മനോഹരമാകുന്ന ഭാഗങ്ങളൊക്കെ വരും ദിവസത്തെ എപ്പിസോഡുകളിൽ നമ്മൾ കാണുന്നുണ്ട്. അതിനോടൊപ്പം ഈ സമയത്ത് പതിയെ ഇതിലെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് ഇടയിൽ പതിയെ സുധീഷ് എണീറ്റിട്ട് പറയാണ്, പിന്നെ ഞാൻ അവിടെ നിന്ന് പോന്നപ്പോഴത്തേക്ക് അത്രത്തോളം പൈസ അവർ തന്നപ്പം ഇതിനിടെ പറയുന്നുണ്ട്, അവർ ആ തന്ന പൈസ തന്നതെല്ലാം സ്വർണം തന്നെയാണോ എന്ന് നിധിയോട് ചോദിക്കുകയാണ്. അപ്പോൾ നിധി പറയാണ്, അതെ എന്ന് പറയാണ്. എനിക്ക് അന്നേരം ഒരു ഡൗട്ടുണ്ടായിരുന്നു, ഇത്രയും പൈസ എൻ്റെ ഈ തന്നപ്പം അല്ലെങ്കിൽ ഇത്രയും സ്വർണ്ണാഭരണങ്ങളും എൻ്റെ ഈ തന്നു വിട്ടപ്പോൾ ഇതൊക്കെ യഥാർത്ഥ സ്വർണ്ണമാണോ എന്നിങ്ങനെ ഞാൻ ചെക്ക് ചെയ്തായിരുന്നു, എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു എന്ന് പറയുകയാണ്. ആ സമയത്ത് നിധി പറയും, അത് യഥാർത്ഥ സ്വർണം തന്നെയാണ്, ഞാനത് ഇടയ്ക്കിടയ്ക്ക് ഇത് കാണുന്നത്, എങ്ങനെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി പണവും സ്വർണവും ഒക്കെ അവരും മറ്റു സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് ഞാൻ കാണാറുണ്ട്, അതെല്ലാം സ്വർണ്ണമാണ് എന്ന് പറയുകയാണ്. അപ്പം പെട്ടെന്ന് സുധീഷ് ചോദിക്കുക, അപ്പോൾ എൻ്റെ ഈ തന്നു വിട്ടത് സ്വർണ്ണമായിരുന്നല്ലേ എന്ന് ചോദിക്കുക. അതെ സുധീഷേ, അതെല്ലാം സ്വർണ്ണമാണ്, സ്വർണവും പണമാണ് യഥാർത്ഥത്തിൽ, അങ്ങനെയാണ് എന്ന് പറയോട്ടെ. ഈ സമയത്ത് പെട്ടെന്ന് സുധീഷ് ആശ്വാസമായത് എന്ന് പറയാണ്. അപ്പോൾ പെട്ടെന്ന് എന്താ അങ്ങനെ ചോദിച്ചത്, അങ്ങനെ പറഞ്ഞ് എന്ന് എല്ലാവരും ചോദിക്കും. പറയാം, അല്ല ഞാനേ അവിടെ നിന്ന് പോന്നപ്പോൾ ഈ ബാഗിൻ്റെ അകത്തൊക്കെ നമ്മൾ ഇങ്ങനെ വിഷയമൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ പോന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ബാഗ് ഇങ്ങനെ ഇത് സ്വർണ്ണമാണോ അല്ലെങ്കിൽ പണം തന്നെയാണോ എന്നിങ്ങനെ സംശയം കൊണ്ട് ഞാനിങ്ങനെ നോക്കിയ സമയത്ത് എനിക്ക് ഒരു സാധനം അവിടുന്ന് കിട്ടി എന്ന് പറയാം. അങ്ങനെ ചാടി എണീറ്റ് പോക്കറ്റിൽ നിന്ന് ഒരു 2 സ്വർണ്ണക്കൊയിൻ എടുത്ത് ഇങ്ങനെ ടണ്ടനെ എന്ന് പറഞ്ഞ് കാണിക്കുന്നൊരു ഭാഗമുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്ക് ഇതുവരെയും സുധീഷ് ഒന്നും ചെയ്യില്ല, കള്ളത്തരമൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നവരുടെ മുഖമല്ല
പെട്ടെന്ന് വിളർന്നൊരു ഭാഗം ഉണ്ടാകും. പ്രത്യേകിച്ച് നമ്മൾ ഹരീഷ്, കാരണം ഹരീഷിന് ഇങ്ങനെ സംശയിച്ചിട്ടിരിക്കുന്ന സമയത്താണല്ലോ ഈ സമയത്ത് പെട്ടെന്ന് ഇത് കാണിക്കുകയും സുഭാഷ് അപ്പോൾ ഇതെന്നാടാ എന്ന് ചോദിക്കുകയാണ്. അപ്പം ഏട്ടാ, ഞാൻ അവിടെ നിന്ന് പോകുന്ന സമയത്ത് എനിക്ക് ഒരുപാട് അടിയൊക്കെ കിട്ടിയില്ല, ഒത്തിരി ഉപദ്രവം അവർ ചെയ്തല്ലോ. ഈ സമയത്ത് ഞാൻ അതിൻ്റെ അകത്തു നിന്ന് ഒരു ചെറിയ 2 സ്വർണ്ണ നാണയം എടുത്തു എന്ന് പറയാണ്. എടാ, നിന്നോട് ആവശ്യമില്ലാത്ത കാര്യം ചെയ്യാൻ ആരാടാ പറഞ്ഞത്? ഇത് എന്ത് മോശമാണ് എന്ന് ചോദിച്ച് സുഭാഷ് ഉപദേശിക്കുകയാണ്. അപ്പോൾ നിധിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയപ്പോൾ നിധി ഇങ്ങനെ ദേഷ്യം വന്ന് നിൽക്കുന്ന ഒരു ഭാഗമുണ്ടല്ലോ. ഈ സമയത്ത് പെട്ടെന്ന് ദൈവമേ ഇത് വിഷയമായോ എന്നിങ്ങനെ ചിന്തിച്ച് നിൽക്കുന്ന സുധീഷിനെ കണ്ടിട്ട് അപ്പോൾ പെട്ടെന്ന് കുറച്ച് നേരം ഇങ്ങനെ മുഖത്ത് രൂക്ഷമായി നോക്കി കഴിഞ്ഞതിന് ശേഷം നിധി പതിയെ ഒരു പുഞ്ചിരി വിടർത്തുന്നത് നമുക്ക് കാണാം കേട്ടോ. കാരണം അതുവരെയും അപ്പം സുധീഷിൻ്റെ മനസ്സിലും ലഡു പൊട്ടിയ പോലെ അല്ലെങ്കിൽ സന്തോഷം തോന്നി. അപ്പോൾ പറയുകയാണ്, അപ്പോൾ ഈ സമയത്തെല്ലാം ഇവർ ഉപദേശിക്കുകയാണോ, സുഭാഷ് ഉപദേശിക്കുന്നത്, അതൊക്കെ മോശമല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഏട്ടെന്നൊക്കെ എനിക്ക് ഒത്തിരി അടിയൊക്കെ തന്നതല്ലേ അവർ, എനിക്ക് അങ്ങ് ശരീരം അനക്കാൻ പോലും പറ്റത്തില്ല, എനിക്ക് മെഡിക്കലിനുള്ള പൈസ വേണ്ടേ, അതിന് അവർ തരികയല്ലോ, അതുകൊണ്ട് എൻ്റെ മെഡിക്കലായിട്ട് ഇത് കൂട്ടിയാൽ മതി, എൻ്റെ ആശുപത്രി ചിലവായിട്ട് ഇത് കൂട്ടിയാൽ മതി എന്ന് പറയാം. അപ്പോൾ പെട്ടെന്ന് സുഭാഷിന് ഇത് ഇഷ്ടപ്പെടാതെ ഇരിക്കുന്ന സമയത്ത് നിധി പറയുകയാണ്, പോട്ടെ സുഭാഷ് ഏട്ടാ, സാരമില്ല, അതൊന്നും കുഴപ്പമില്ല, കാരണം അതെങ്കിലും ചെയ്തില്ലെങ്കിൽ എനിക്കത് മോശമായേനെ, അല്ലെങ്കിൽ അതെങ്കിലും ചെയ്തില്ലെങ്കിൽ എനിക്കും സങ്കടമായേനെ. കാരണം സുധീഷിന് ഒരുപാട് ഉപദ്രവിച്ചവരല്ലേ എൻ്റെ അച്ഛനും ചേട്ടനുമൊക്കെ, അവർ വീട്ടുകാരും. അതുകൊണ്ട് ഇത് നമ്മുടെ ചിലവിന് സുധീഷിൻ്റെ ആശുപത്രി ചിലവായിട്ടൊന്ന് കൂട്ടിയാൽ മതി, അവരെന്തായാലും തരികയില്ല പൈസ. അപ്പോൾ പിന്നെ സുധീഷ് അത് എടുത്തത് നന്നായി, എനിക്കും അതിൽ സന്തോഷമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സുധീഷിന് അത് സന്തോഷമാകുകയും പെട്ടെന്ന് സുധീഷ് പറയാം, ഓ എൻ്റെ മനസ്സറിഞ്ഞ് എൻ്റെ അത്രത്തോളം എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ മനസ്സിലിങ്ങനെ പറയുന്ന സമയത്ത് നിധി പറയാണ്, ഞാനും ഒരു സാധനം എടുത്തിരുന്നു എന്ന് പറയുകയാണോ. പെട്ടെന്ന് എല്ലാവർക്കും അതിശയായി പോയി. സുധീഷ് സ്വർണ്ണനാണയം മോഷ്ടിച്ചപ്പോൾ അത് വഴക്ക് പറയുമെന്ന് ഓർത്ത നിധി അതൊക്കെ ആശ്വസിപ്പിച്ചതിന് ശേഷം പറയാണ്, ഞാനും ഒരു സാധനം എടുത്ത് എന്ന് പറയുകയെ. അങ്ങനെ പെട്ടെന്ന് സുധീഷ് അപ്പം ഒരു ആവേശം തോന്നി, എന്താ വലിയ സാധനമാണോ എന്ന് ചോദിക്കോട്ടോ. ഈ സമയത്ത് പറയാണ്, പേഴ്സിൻ്റെ അകത്തുനിന്ന് തൻ്റെ ആധാർ കാർഡും പാൻ കാർഡും അതുപോലെ വോട്ടർ തിരിച്ചറിയൽ കാർഡും എടുത്ത് കാണിച്ചിട്ട് പറയാണ്, ആ വിഷയമൊക്കെ ഉണ്ടായ സമയത്തും എനിക്ക് തരില്ല എന്ന് പറഞ്ഞ് അച്ഛനും ചേട്ടനും മാറ്റിവെച്ച ആ സാധനം ഞാൻ മോഷ്ടിച്ചു എന്ന് പറയുകയും അങ്ങനെ തൻ്റെ ആധാർ കാർഡും പാൻ കാർഡും എല്ലാം എടുത്ത് എല്ലാവരെയും കാണിക്കുന്ന ഒരു രസകരമായ നിമിഷമുണ്ട്. എന്നാൽ ഈ സമയത്ത് എല്ലാവരും ഹരീഷും നികേഷുമൊക്കെ സന്തോഷത്തോടെ കൈയടിക്കുന്ന അല്ലെങ്കിൽ അതൊരു അംഗീകരിക്കുന്ന ഒരു ഭാഗമൊക്കെയൊക്കെ ഉണ്ട് കേട്ടോ. അന്നേരം പെട്ടെന്ന് സുധീഷ് പറയാണ്, ഞാൻ കേടിയാങ്കിൽ നീ അതിനും വേറെയാണല്ലേ എന്ന് ചോദിച്ച് നിധിയെ കളിയാക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു രസകരമായ നിമിഷമുണ്ട്. അതിനുശേഷം കാണുന്നത് രാവിലെ സുഭാഷ് ജോലിക്ക് പോകാൻ നേരത്ത് നമ്മുടെ നികേഷ് മാത്രം താമസിച്ചാണ് എണീക്കുന്നത്. എണീക്കുന്ന സമയത്ത് പെട്ടെന്ന് ചെന്ന് എണീക്കാൻ പറഞ്ഞ് നികേഷിനെ സുഭാഷ് വിളിക്കുന്ന സമയത്ത് നികേഷിന് നല്ലപോലെ പനിക്കുന്നൊരു ഭാഗമുണ്ട്. അപ്പം പനിച്ച് കിടക്കുക, അപ്പം നല്ല ക്ഷീണമുണ്ട്. പെട്ടെന്ന് സുഭാഷ് നോക്കിയപ്പോൾ നികേഷിൻ്റെ പനിയാണെന്ന് പറയുകയും, അപ്പം പെട്ടെന്ന് നികേഷ് എന്തു പറ്റില്ല, നിനക്കിതുപോലെ പനി, എന്തെങ്കിലും ആശുപത്രി വല്ലതും പോകണമോ എന്ന് ചോദിക്കട്ടെ. അപ്പോൾ നിധിയും അടുത്ത് ഒരുങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ സുധീഷ് മാത്രം ഒരുങ്ങി ടിപ്പ് ടോപ്പായിട്ട് പോകാൻ വേണ്ടി നിൽക്കുന്ന. അപ്പം ഈ സമയത്ത് നിധിയും അടുത്ത് നിന്ന് നോക്കി, ശരിയാണല്ലോ പനിയുണ്ടല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ആശുപത്രി പോകാം എന്ന് പറയും. വേണ്ട ഏട്ടാ, ഞാൻ വിശ്രമിച്ച് ഞാൻ പോകാമെന്ന കേസേ ഉള്ളൂ എന്ന് പറയാം. വേണ്ട, അപ്പോൾ നമുക്ക് ആശുപത്രി പോയിട്ട് നമുക്ക് നോക്കാം, ഒത്തിരി ക്ഷീണമുണ്ടല്ലോ, നല്ല ചൂടുണ്ട് എന്നൊക്കെ പറയാം. ഈ സമയത്ത് പെട്ടെന്ന് സുഭാഷിനൊരു കോൾ വരികയും സുഭാഷ് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് വെളിയിലേക്ക് പോയി ഫോൺ ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ സുഭാഷ് പറയാം, എന്താ നികേഷ്, ഞാനിന്ന് ജോലിക്ക് പോകുന്നില്ല, നിൻ്റെ കൂടെ ഞാൻ ഇവിടെ ഇരുന്നോളാം, ആശുപത്രി പോകുന്നില്ലെങ്കിൽ വേണ്ട, നമുക്ക് വിശ്രമിക്കാമെന്ന് പറയാം. സമയത്ത് നിധി പറയാം, വേണ്ട ഏട്ടാ സുഭാഷ് ഏട്ടാ, ഞാനിവിടെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ സുഭാഷ് ഏട്ടൻ ജോലി കളഞ്ഞ് ഇവിടെ നിൽക്കുന്നത്, നികേഷിൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറയാം. അപ്പോൾ അത് നികേഷിന് വളരെ സന്തോഷം ഉണ്ടാകുക കേട്ടോ. അപ്പം അപ്പം വേണ്ട സുഭാഷ് പറയല്ലേ, ഞാൻ നിന്നോളാം മോളെ എന്ന് പറയാം. വേണ്ട ഞാനുണ്ടല്ലോ, അതുകൊണ്ട് സുഭാഷ് ഏട്ടൻ ജോലിക്ക് പോക്കോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം എന്ന് പറയുകയും അങ്ങനെ സുഭാഷിനോട് ജോലിക്ക് പോകാൻ പറയുകയും നികേഷിൻ്റെ ഉത്തരവാദിത്വം നിധി ഏറ്റെടുക്കുകയും ചെയ്യും കേട്ടോ. അങ്ങനെ നികേഷിനോട് പറയുക, നീ പോയി വിശ്രമിച്ച് കുറഞ്ഞില്ലെങ്കിൽ നമുക്ക് മരുന്ന് മേടിക്കാം എന്ന് പറയുകയും അങ്ങനെ നികേഷ് അകത്തേക്ക് പോയി വിശ്രമിക്കുക, ഇവിടെ ഞാൻ അകത്ത് പോയി കിടക്കാം എന്ന് പറഞ്ഞ് അകത്തേക്ക് പോവുകയും ഈ സമയത്ത് സുധീഷിൻ്റെ മനസ്സിലൊരു ഒരു തോന്നലുണ്ടാകുകയാണ്, എന്തായാലും നിധിയും നികേഷും ഇവിടെയുണ്ട്, എന്നാൽ കുറച്ച് നേരം ഞാനും ഇന്ന് ലീവ് എടുത്ത് നിധിയോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കാമല്ലോ എന്നൊക്കെ ഓർത്ത് പെട്ടെന്ന് സുധീഷും പറയും, എനിക്കും വയ്യ, എനിക്ക് നല്ല ക്ഷീണമാണ്, ഒരുപാട് അടി കിട്ടി, അതുകൊണ്ട് ഞാനും ഇന്ന് പോകുന്നില്ല എന്ന് പറയാം.
നിങ്ങളിന്ന് ജോലിക്ക് പോകുന്നില്ലേ എന്ന് ചോദിക്കുക. അപ്പം പറഞ്ഞു ഇല്ല നിധി, നികേഷിന് മാത്രമല്ലോ വിഷയമുള്ളൂ, ക്ഷീണമുള്ളൂ, എനിക്ക് ക്ഷീണമുണ്ട്, ഞാൻ ഒത്തിരി അടിയൊക്കെ മേടിച്ചതല്ലേ, അപ്പോൾ എൻ്റെ ശരീരം ഒന്നും അനക്കത്തില്ല, ഇപ്പം ഷർട്ട് ഊരി കാണിച്ചു കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ രക്തം കട്ടപിടിച്ച് കിടക്കുന്ന കാണാം എന്ന് പറയുകയും ഞാനിവിടെ കിടക്കാൻ പോവാം, കുറച്ച് നേരം വിശ്രമിക്കാൻ പോവാം, ഇന്ന് ജോലിക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞ് അങ്ങനെ നികേഷ് കിടന്ന അതേ സ്ഥലത്ത് സുധീഷ് പോയി കിടക്കുകയും ചെയ്യുന്നൊരു ഭാഗമൊക്കെയുണ്ട്. അങ്ങനെ ഈ സമയത്ത് പെട്ടെന്ന് നിധി അകത്തേക്ക് പോയിട്ട് ഒരു തലയണയും അതുപോലെ ഒരു പുതപ്പും എടുത്ത് സുധീഷിനെ കൊണ്ട് കൊടുക്കുക. അങ്ങനെ സുധീഷ് അത് മേടിച്ച് കിടക്കുന്നു. അതിനുശേഷം നിധി ഇപ്പുറം വന്ന് ഇരുന്ന് വായിക്കുക. അപ്പോൾ അല്ലെങ്കിൽ അടുത്ത ടെസ്റ്റിന് വേണ്ടി അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടിയുള്ള ശ്രമങ്ങളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. അപ്പം സുധീഷ് ഇങ്ങനെ നിധിയുടെ മുഖത്ത് നോക്കി ഇങ്ങനെ കിടക്കുന്ന ഒരു മനോഹരമാകുന്ന ഭാഗങ്ങളൊക്കെ വരുന്ന ദിവസത്തെ എപ്പിസോഡിൽ കാണാം. വീണ്ടും അടുത്ത ദിവസത്തെ എപ്പിസോഡുമായി കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.